4 മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു. അഞ്ചാമത്തെ നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എയർ പൊല്യൂഷൻ. എന്താണ് എയർ പൊല്യൂഷൻ? ഓക്കെ, അപ്പൊ എയർ പൊല്യൂഷന്റെ ഡെഫിനേഷൻ ഫസ്റ്റ് എഴുതുക. എയർ പൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്? എയർ പൊല്യൂഷൻ ഈസ് ദ പ്രസൻസ് ഓഫ് സബ്സ്റ്റൻസസ് ഇൻ ദ എയർ ദാറ്റ് ആർ ഹാംഫുൾ ടു ഹ്യൂമൻസ്, അതർ ലിവിങ് ബീയിങ്സ് ഓർ ദ എൻവയോൺമെന്റ്. മനുഷ്യനോ മറ്റ് ജീവജാലങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിക്കോ ഹാനികരമായിട്ട് വായുവിൽ എന്തെങ്കിലും സബ്സ്റ്റൻസിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് അതിന്റെ ഡെഫിനിഷൻ എഴുതുക. രണ്ടാമത് നമ്മൾ എഴുതാനായിട്ടുള്ള എന്താണ്? സോഴ്സസ് ഓഫ് എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷന്റെ പ്രധാനപ്പെട്ട സോഴ്സ് എന്താണ്? ഓക്കെ, അപ്പോ ഈ മെറ്റീരിയൽസ് വിച്ച് കോസ് എയർ പൊല്യൂഷൻ ഈസ് കോൾഡ് എയർ പൊല്യൂട്ടൻസ്. എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് അതിനെയാണ് നമ്മൾ എയർ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ മേജർ ആയിട്ടുള്ള എയർ പൊല്യൂട്ടൻസ് ആണ് ഏതൊക്കെയെന്ന് പറയുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ്, സൾഫർ ഡയോക്സൈഡ്, സൾഫർ ട്രയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, ഫ്ലൂറിൻ കമ്പോണൻസ്, അതുപോലെ തന്നെ എന്താണ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ലൈക്ക് ഹൈഡ്രോകാർബൺ, മെറ്റാലിക് കണ്ടാമിനൻസ് ലൈക്ക് അയൺ, സിങ്ക്, ആഴ്സനിക് ഡ്യൂറിംഗ് മെൽറ്റിംഗ്, ഫോട്ടോകെമിക്കൽ ഓക്സിഡൻസ് ലൈക്ക് ഓസോൺ, റേഡിയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് എക്സെട്ര. ഇതാണ് നമ്മുടെ എയറിലുള്ള മെയിൻ ആയിട്ടുള്ള എന്ത് എയർ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റ് എയർ പൊല്യൂട്ടൻസ് എന്തൊക്കെയാ നമുക്ക് നോക്കാം. ദ കോമ്പിനേഷൻ ഓഫ് സ്മോക്ക് ആൻഡ് ഫോഗ് ഈസ് കോൾഡ് സ്മോഗ്. അതായത് നമ്മുടെ സ്മോക്ക്, പുക, ഫോഗ് എന്ന് വെച്ചാൽ മൂടൽമഞ്ഞ്. ഈ പുകയും മൂടൽമഞ്ഞും കൂടി ഉണ്ടാകുന്ന ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത്? സ്മോഗ്. 1 മാർക്കിന് ചോദിക്കും. ദ മോസ്റ്റ് കോമൺ ആൻഡ് വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് എയർ പൊല്യൂട്ടന്റ് ഈസ് കാർബൺ മോണോക്സൈഡ്. പരീക്ഷയ്ക്ക് ചോദിക്കും. നമ്മുടെ എന്താണ് അന്തരീക്ഷത്തിലുള്ള ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന എയർ പൊല്യൂട്ടന്റ് ഏതാണ്? കാർബൺ മോണോക്സൈഡ് ആണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ എന്ന്. അത് അവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് നോട്ട് കോമൺലി റിഗാർഡഡ് ആസ് ആൻ എയർ പൊല്യൂട്ടന്റ് ബിക്കോസ് ഇറ്റ് ഈസ് എ നാച്ചുറൽ കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് എയർ. കാരണം എന്താ? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ എയറിലുള്ള ഒരു നാച്ചുറൽ കോൺസ്റ്റിറ്റ്യൂവന്റ് തന്നെയാണ്. എയർ പൊല്യൂട്ടന്റ് ആവണമെങ്കിൽ എന്താണ്? ഒന്നുകിൽ അത് പുറമേന്ന് ഉണ്ടാവണം. ഓക്കെ, അതാണ് എയർ പൊല്യൂട്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോമൺ ആയിട്ട് കാണപ്പെടുന്ന എയർ പൊല്യൂട്ടന്റ് എന്ന് പറയുന്നത് എപ്പോഴും കാർബൺ മോണോക്സൈഡ് ആണ്. കാർബൺ മോണോക്സൈഡ് എപ്പോഴും ഉണ്ടാവുന്നത് കാർബൺ കണ്ടെയ്നിങ് മെറ്റീരിയൽ കമ്പസ്റ്റ് ചെയ്യുമ്പോൾ, അത് കത്തിക്കുമ്പോഴാണ് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നത്. ഇനി വേറൊരു എയർ പൊല്യൂട്ടന്റ് ആണ് നമ്മൾ സൾഫർ ഡയോക്സൈഡ്. അത് സൾഫർ അടങ്ങിയിട്ടുള്ള ഫോസിൽ ഫ്യൂവൽസ് കത്തുമ്പോഴാണ് ഉണ്ടാകുന്നത്. ഇനി ലെഡ് അടങ്ങിയിട്ടുള്ള പെട്രോൾ കത്തുമ്പോഴത്തേക്കാണ് ലെഡ് അന്തരീക്ഷത്തിലോട്ട് വരുന്നത്. ഈ ലെഡിന്റെ എക്സ്പോഷർ കൂടുതലും അഫക്റ്റ് ചെയ്യുന്നത് ആരെയാണ്? കുട്ടികളെയാണ്. ലെഡ് എക്സ്പോഷർ കുട്ടികൾക്ക് ബുദ്ധിമാന്ദ്യം, ബുദ്ധിവൈകല്യം അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ കോൾ ആൻഡ് വുഡ്, കൽക്കരിയും അതുപോലെ തന്നെ വുഡ്, അതും കത്തുമ്പോൾ ഉണ്ടാവുന്നതാണ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത്. പുക വലിക്കുന്നത് മൂലം അന്തരീക്ഷത്തിലോട്ട് വരുന്നതാണ് കാഡ്മിയം. ഓക്കെ, ഇനി നമ്മുടെ ലൈഫ് സ്റ്റോക്ക് റിയറിങ്, അതായത് കന്നുകാലി പരിപാലനത്തിലൂടെ നമ്മൾ ലിക്വിഡ് മാനുവർ, അതായത് എന്താണ് വളം, ചാണകം അതൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ഫലമായിട്ട് ഉണ്ടാവുന്ന ഒരു ഗ്യാസ് ആണ് ഹൈഡ്രജൻ സൾഫൈഡ്. ഇതും എന്താണ്? നമ്മുടെ എയർ പൊല്യൂട്ടൻസ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഈ എയർ പൊല്യൂഷനിന്ന് ഇത്രയും പാർട്ട് മാത്രം എയർ പൊല്യൂട്ടൻസ് എന്നും പറഞ്ഞ് മാത്രം നിങ്ങൾക്ക് 2 മാർക്കിനും ചോദിക്കാം. ഓക്കെ, ഇനി ബാക്കി വരുന്ന എയർ പൊല്യൂട്ടൻസ് നമ്മൾ വിചാരിക്കും ഓസോൺ ഒരു എയർ പൊല്യൂട്ടന്റ് ആണോ? ആണ്. ഓസോൺ എന്ന് പറയുന്നതും ഒരു എയർ പൊല്യൂട്ടന്റ് ആണ്. അതുപോലുള്ള മറ്റ് പോളിന്യൂക്ലിയർ ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസും എന്താണ്? ഫോട്ടോകെമിക്കൽ എയർ പൊല്യൂട്ടൻസ് ആണ്. ഓക്കെ, ഫോട്ടോകെമിക്കൽ എയർ പൊല്യൂട്ടൻസ് ആണ്. അതായത് പ്രകാശം തട്ടി അതുവഴി ഉണ്ടാകുന്ന ഒരു എയർ പൊല്യൂട്ടൻസ് ആണ് ഓസോണും പോളിന്യൂക്ലിയർ ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ്. ഓക്കെ, ഇനി ഇൻഡോർ എയർ പൊല്യൂഷൻ കോൺട്രിബ്യൂട്ട്സ് ടു മെനി അക്യൂട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഇൻ യങ് ചിൽഡ്രൻ. ഓക്കെ, അതുപോലെ തന്നെ ക്രോണിക് ലങ് ഡിസീസസ് ആൻഡ് ക്യാൻസർ ഇൻ അഡൽട്സ്. നമ്മുടെ ഇൻഡോറിൽ ഉണ്ടാകുന്ന എയർ പൊല്യൂഷൻ, വീടിനകത്തൊക്കെ ഉണ്ടാകുന്ന എയർ പൊല്യൂഷൻ ആണെങ്കിൽ എന്ത് പറ്റും? കുട്ടികൾക്കും മുതിർന്നവർക്കും ആയാലും
ക്യാൻസർ പോലുള്ള അസുഖങ്ങളും പെട്ടെന്നുണ്ടാകുന്ന റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസും. ഇൻഡോർ എയർ പൊല്യൂഷൻ എങ്ങനെയാ ഉണ്ടാകുന്നത്? നമ്മൾ അടുപ്പിലൊക്കെ വിറക് കത്തിക്കത്തില്ലേ, അപ്പൊ എന്തുണ്ടാവും അവിടെ? പുകഞ്ഞു പുകഞ്ഞ് കാർബൺ മോണോക്സൈഡ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഇതിന് കാരണം. ഓക്കെ, അതില് ഇൻഡോർ എയർ പൊല്യൂഷനിൽ സൾഫർ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കോൾ കമ്പഷൻ വഴിയിട്ട് ആയിരിക്കും. ഓക്കെ, ഇനി അപ്പോ എയർ പൊല്യൂട്ടൻസ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് എയർ പൊല്യൂഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. PSCക്കും പബ്ലിക് എക്സാമിനും 1 മാർക്കിന് ചോദിക്കും. ഓക്കെ, അപ്പോ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് എയർ പൊല്യൂഷൻ നമുക്ക് മെയിൻ ആയിട്ട് ഒരു 4 പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിൽ ആദ്യത്തെ എയർ പൊല്യൂഷന്റെ ഒരു ഇൻഡിക്കേറ്റർ, അതായത് നമ്മുടെ അന്തരീക്ഷം പൊല്യൂട്ടഡ് ആണ്, എയർ പൊല്യൂട്ടഡ് ആണ് എന്നുള്ളതിന്റെ ഒരു ഇൻഡിക്കേറ്റർ, ഫസ്റ്റ് ഇൻഡിക്കേറ്റർ ഏതാണ്? സൾഫർ ഡയോക്സൈഡ്. അതായത് നമ്മുടെ എയറിൽ സൾഫർ ഡയോക്സൈഡിന്റെ കണ്ടന്റ് കൂടുതലാണെങ്കിൽ ആ എയർ പൊല്യൂട്ടഡ് ആണ് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, രണ്ടാമത്തെ ഇൻഡിക്കേറ്റർ ഏതാ? സ്മോക്ക് ഓർ സോയിലിംഗ് ഇൻഡെക്സ്. ഇതും എയർ പൊല്യൂഷന്റെ ഒരു ഇൻഡിക്കേറ്റർ ആണ്. It is a measurement of a non-volume of air filtered through a white filter paper and a stain is measured by a photoelectric meter. ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എയറിനെ ഒരു വൈറ്റ് ഫിൽറ്റർ പേപ്പറിലൂടെ എന്ത് ചെയ്യും? കടത്തിവിടും. നമുക്ക് ഒരു നോൺ വോളിയം, അറിയാവുന്ന വോളിയത്തിലുള്ള എയറിനെ ഒരു വൈറ്റ് ഫിൽറ്റർ പേപ്പറിലൂടെ കടത്തിവിടും. എന്നിട്ട് ആ വൈറ്റ് ഫിൽറ്റർ പേപ്പറിൽ എന്തുമാത്രം സ്റ്റെയിൻ, കറ ഉണ്ടായി എന്ന് നമ്മൾ ഒരു ഫോട്ടോ ഇലക്ട്രിക് മീറ്റർ വഴിയിട്ട് എന്ത് ചെയ്യും? തിരിച്ചറിയും. ഓക്കെ, അങ്ങനെ നോക്കുന്നതാണ് സ്മോക്ക് അല്ലെങ്കിൽ സോയിലിംഗ് ഇൻഡെക്സ്. ഇത് നോക്കി നമ്മൾ എയർ പൊല്യൂട്ടഡ് ആണോ എന്ന് നോക്കും. ഓക്കെ, മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ മാസാമാസം എയറിൽ എന്തുമാത്രം ഗ്രിറ്റ് ആൻഡ് ഡസ്റ്റ്, പൊടിപടലങ്ങൾ ഉണ്ട് എന്നുള്ളത് നോക്കും. അത് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. നാലാമത്താണ് കോഎഫിഷ്യന്റ് ഓഫ് ഹേസ്. ഓക്കെ, ഇതെന്താണെന്ന് ചോദിക്കും പരീക്ഷയ്ക്ക് 1 മാർക്കിന്. അപ്പൊ ഇതും എയർ പൊല്യൂഷനും തമ്മിൽ എന്ത് ബന്ധമെന്നും പറഞ്ഞാൽ ഓർത്തുകൊണ്ടിരിക്കരുത്, പഠിച്ചു വെക്കണം. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് എയർ പൊല്യൂഷൻ കോസ്ഡ് ബൈ സ്മോക്ക് ഇൻ USA. അതായത് USA നമ്മൾ സ്മോക്ക്, പുക വഴി ഉണ്ടാകുന്ന എയർ പൊല്യൂഷൻ എത്രത്തോളം ആണ് എന്ന് എക്സ്പ്രസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് കോഎഫിഷ്യന്റ് ഓഫ് ഹേസ്. ഓക്കെ, ഇനി അഞ്ചാമത്തെ ഇൻഡിക്കേറ്റർ ആണ് എയർ പൊല്യൂഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അത് നമ്മുടെ പൊല്യൂഷൻ, എയർ പൊല്യൂഷന്റെ സിവിയറിറ്റി, തീവ്രത എത്രത്തോളം ഉണ്ട് എന്നറിയുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ് എയർ പൊല്യൂഷൻ ഇൻഡെക്സ്. അപ്പൊ സിവിയറിറ്റി അളക്കുന്നതിന് എയർ പൊല്യൂഷൻ ഇൻഡെക്സ്. USA സ്മോക്കിന്റെ വഴി ഉണ്ടാകുന്ന എയർ പൊല്യൂഷന് കോഎഫിഷ്യന്റ് ഓഫ് ഹേസ്. അപ്പോൾ ഈ 5 ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. 5 ഉണ്ട്, 4 നിങ്ങൾ മെയിൻ ആയിട്ടും ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, ഇത്രയും ഇൻഡിക്കേറ്റേഴ്സ് നോക്കി വെക്കുക. ഇനി ഇൽ എഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ എയർ പൊല്യൂട്ട് ആയി കഴിഞ്ഞാൽ ധാരാളം എന്തുണ്ട്? ഇൽ എഫക്ട്സ് നമ്മുടെ ഹെൽത്തിന് ഉണ്ടാവുന്നുണ്ട്. എന്തൊക്കെയാ? ഇമ്മീഡിയറ്റ്, പെട്ടെന്നുണ്ടാവുന്നതുകൊണ്ട്, ഡിലേഡ് ആയിട്ട് ഉണ്ടാവുന്നതുകൊണ്ട്. പെട്ടെന്നുണ്ടാവുന്നതാണ് ഏത്? അക്യൂട്ട് ബ്രോങ്കൈറ്റിസ്. ബ്രോങ്കൈറ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രോങ്കസിനുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, അതാണ് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത്. ഡിലേഡ് എഫക്ട്സ് ആണ് ക്രോണിക് ബ്രോങ്കൈറ്റിസ്. അക്യൂട്ട് എന്ന് വെച്ചാൽ പെട്ടെന്നുണ്ടാവുന്നത്, ക്രോണിക് എന്ന് വെച്ചാൽ ഒരുപാട് നാളെടുത്ത് ഉണ്ടാവുന്ന ബ്രോങ്കൈറ്റിസ്. അതുപോലെ തന്നെ ലങ് ക്യാൻസർ, ബ്രോങ്കിയൽ ആസ്മ, എംഫിസീമ ആൻഡ് റെസ്പിറേറ്ററി അലർജീസ്. ഇതെല്ലാം ഡിലേഡ്, താമസിച്ചുണ്ടാകുന്ന ഹെൽത്ത് ആസ്പെക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ ആണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ലെഡ് അന്തരീക്ഷത്തിലെത്തി ലെഡ് പോയിസൺ ഉണ്ടാകും. അത് മെയിൻ ആയിട്ട് നമ്മൾ കുട്ടികളെ അഫക്ട് ചെയ്യും. അവരുടെ ബ്രെയിൻ ആൻഡ് നെർവസ് സിസ്റ്റത്തെയാണ് അഫക്ട് ചെയ്യുന്നത്. അത് അവരുടെ IQ കുറയ്ക്കും. അതുപോലെ തന്നെ അവർക്ക് സ്കൂളിലൊന്നും നല്ലവണ്ണം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പെർഫോം ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ലെഡിന്റെ പോയിസൺ എപ്പോഴും കുട്ടികളെയും അതുപോലെ തന്നെ ഗർഭിണികളെയുമാണ് അഫക്ട് ചെയ്യുന്നത് എന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ഇൽ എഫക്ട് ഓഫ് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് സോഷ്യൽ ആൻഡ് എക്കണോമിക് ആസ്പെക്ട്സ് ആണ്. അത് നമുക്ക് തന്നെ അറിയാം എന്താണ്? സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും വളർച്ചയെ ഹാനികരമായിട്ട് ബാധിക്കും. മെറ്റൽസ് ഒക്കെ കൊറോഡ് ചെയ്യും. നമുക്കറിയാം താജ്മഹലിന്റെ ഒക്കെ ആ ഒരു ഭംഗി നഷ്ടപ്പെടുന്നു. എന്ത് കാരണമാണ്? എയർ പൊല്യൂഷൻ കാരണമാണ്. അതുപോലെ തന്നെ ബിൽഡിങ്സിനൊക്കെ ഇത് എന്തുണ്ടാക്കും? ഡാമേജ് ഉണ്ടാക്കും. ആസിഡ് റെയിൻ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഓക്കെ, അതൊക്കെ എന്ത് മൂലമാണ്? മെയിൻ ആയിട്ട് ഈ പറഞ്ഞ എയർ പൊല്യൂഷൻ വഴി ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ആസ്പെക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്.
ഇനി നമുക്ക് എയർ പൊല്യൂഷൻ എങ്ങനെയൊക്കെ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ അത് നടത്താം എന്നുള്ളതാണ്. ഫസ്റ്റ് മെത്തേഡ് ആണ് കണ്ടെയ്ൻമെന്റ്. ഓക്കെ, കണ്ടെയ്ൻമെന്റ് ആ പേര് കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഓർക്കണം എന്താണ്, എയർ പൊല്യൂഷന് കാരണമാകുന്ന വസ്തുക്കളെ നമ്മൾ എന്ത് ചെയ്യുക, പുറത്തോട്ട് വിടാതിരിക്കുക. അതാണ് കണ്ടെയ്ൻമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം? എൻക്ലോഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സൾഫർ ഡയോക്സൈഡ് അല്ലെങ്കിൽ നൈട്രജൻ ഡയോക്സൈഡ് ഇതൊക്കെ പുറത്തു പോയാലല്ലേ അതിന് എയർ പൊല്യൂട്ട് ആവത്തുള്ളൂ. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, അടച്ചു വെച്ച് വേറെന്തെങ്കിലും മെത്തേഡ് വഴി എന്ത് ചെയ്യുക, അതിനെ കളയും. ഓക്കെ, അതാണ് എൻക്ലോഷർ. രണ്ടെന്താണ്, വെന്റിലേഷൻ. കൃത്യമായിട്ട് വായു സഞ്ചാരം നടന്നാലും നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, അത് എയറിലോട്ട് പോകുന്നത് തടയാനായിട്ട് പറ്റും. പിന്നെ എയർ ക്ലീനിങ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടെയ്ൻമെന്റ് നടത്താം. അപ്പൊ ടോക്സിക് സബ്സ്റ്റൻസ് എയറിലോട്ട് എസ്കേപ്പ് ചെയ്ത് പോവാതെ നോക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കണ്ടെയ്ൻമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്താണ്, നമ്മള് എന്താണ് ഈ പുക അതുപോലെ തന്നെ കോൾ ഇതിനെയൊക്കെ റെഡ്യൂസ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യാം. നമുക്ക് തന്നെ അറിയാം അല്ലേ, ഇപ്പൊ ധാരാളം ഇലക്ട്രിക് വെഹിക്കിൾസ്, ഇലക്ട്രിക് സ്കൂട്ടർ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ധാരാളം യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ആക്ച്വലി എന്താണ്, നമുക്ക് ഒരു നല്ല കാര്യമാണ്. നമുക്ക് ഈ പറഞ്ഞ ലെഡ് പെട്രോൾ വഴിയിട്ടുണ്ടാകുന്ന പോയിസൺ ഒക്കെ കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വാഹനങ്ങളും മറ്റ് സാധനങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യണം. അതാണ് റീപ്ലേസ്. എന്താണ്, സ്മോക്കും കോളും യൂസ് ചെയ്ത് പ്രവർത്തിക്കുന്ന സാധനങ്ങളെ റീപ്ലേസ് ചെയ്ത് എന്ത് കൊണ്ടുവരണം, ഇലക്ട്രിസിറ്റി കൊണ്ട് പ്രവർത്തിക്കുന്ന സാധനങ്ങൾ കൊണ്ടുവരണം. അതാണ് റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ എന്താണ്, ഡൈല്യൂഷൻ. ഡൈല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ എൻവയോൺമെന്റിന്റെ ഒരു സെൽഫ് ക്ലീനിങ് കപ്പാസിറ്റി ആണ്. അതായത് നമ്മൾ എന്താണ്, ധാരാളം മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. മരങ്ങൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ എന്ത് പറ്റും, നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ എന്ത് ചെയ്യും, ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് പ്ലാന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത്, നമ്മൾ ധാരാളം മരങ്ങൾ അല്ലെങ്കിൽ വെജിറ്റേഷൻ എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. അത് ഒരു പരിധി വരെ നമ്മുടെ എന്തിനെ, എയർ പൊല്യൂഷനിൽ നിന്ന് തടഞ്ഞു നിർത്തും. ഓക്കെ, നാലാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ലെജിസ്ലേഷൻ. നമ്മൾ ലോസ് അത് സ്ട്രിക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് പബ്ലിക് ആയിട്ട് പുകവലിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ ഈ സാധനങ്ങൾ ഇട്ട് കത്തിക്കുന്നത് ശിക്ഷാർഹമാണ്. അത് കറക്റ്റ് ആയിട്ട് പോലീസ് നടപ്പിലാക്കി കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ വർഷം പഠിച്ചു വെക്കണം, നമുക്കൊരു എയർ ആക്ട് ഉണ്ട്. അത് പാസ്സാക്കിയ വർഷം എന്ന് പറയുന്നത് 1981. നമ്മൾ കഴിഞ്ഞതിന് വാട്ടറിൽ പഠിച്ചു. വാട്ടർ ആക്ട് എന്നായിരുന്നു, 1974 ഈ 2 വർഷം പഠിച്ചു വെക്കണം. ഓക്കെ, 1 മാർക്കിന് ചോദ്യം. പിന്നെ ഉള്ള ഒരു മെത്തേഡാണ് ഇന്റർനാഷണൽ ആക്ഷൻ. അതായത് നമ്മുടെ ലോകമെമ്പാടുമുള്ള ആൾക്കാർ ചേർന്നിട്ട് എയർ പൊല്യൂഷന് വേണ്ടിയിട്ട് ഒരു നെറ്റ്വർക്ക് ഒക്കെ രൂപീകരിച്ചിട്ടുണ്ട്. അവർ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, അവര് വാർണിങ്സും മറ്റും കാര്യങ്ങളൊക്കെ ഈ എയർ പൊല്യൂഷൻ ഉള്ള ഏരിയാസിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇതിൽ ഈ കണ്ടെയ്ൻമെന്റും ഡൈല്യൂഷനും ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി അതിൽ വരുന്ന വേറൊരു കാര്യമാണ് വെന്റിലേഷൻ. ഓക്കെ, എയറുമായി ബന്ധപ്പെട്ട് വരുന്ന സാധനമാണ് വെന്റിലേഷൻ എന്ന് പറയുന്നത്. It is defined as the control of quality of incoming air in respect of temperature, humidity and purity and velocity so as to provide a comfortable thermal environment free from risk of infection. അതായത് നമ്മുടെ ഇൻകമിങ് എയർ പുറത്തുനിന്ന് വരുന്ന എയറിന്റെ ടെമ്പറേച്ചറിലും ഹ്യൂമിഡിറ്റിയിലും പ്യൂരിറ്റിയിലും വെലോസിറ്റിയിലും വ്യത്യാസം വരുത്തിക്കൊണ്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എയർ ഇൻഫെക്ഷൻ, അതായത് പാത്തോജനിക് ഓർഗാനിസത്തിനേക്ക് റിമൂവ് ചെയ്ത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എയറിനെ തരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വെന്റിലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോ നമ്മൾ പറയുന്ന ഒരു എസ്റ്റിമേറ്റ് കണക്കാണ്, ഒരാൾക്ക് പ്രോപ്പർ വെന്റിലേഷന് 3000 ക്യൂബിക് ഫീറ്റ് എയർ സ്പേസ് വേണം എന്നൊരു കണക്ക് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ലിവിംഗ് റൂമിൽ എത്ര, 1 മണിക്കൂറിനുള്ളിൽ 2 മുതൽ 3 എയർ ചേഞ്ചസ് നടക്കണമെന്നാണ് പറയുന്നത്. അതൊരു വർക്ക് റൂമിലാണെങ്കിൽ 1 മണിക്കൂറിൽ 4 മുതൽ 6 എയർ ചേഞ്ചസ് നടക്കണം. ഇനി ഒരാൾക്ക് വേണ്ടുന്ന ഒപ്റ്റിമം ഫ്ലോർ ഏരിയ എന്ന് പറയുന്നത്
50 മുതൽ 100 സ്ക്വയർ ഫീറ്റ്. അതായത് ഒരാൾക്ക് എന്ത് ചെയ്യുന്നതിനായാലും അയാൾക്ക് 50 മുതൽ 100 സ്ക്വയർ ഫീറ്റ് ഏരിയ വേണം എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് വെന്റിലേഷന് 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? നാച്ചുറൽ വെന്റിലേഷനും മെക്കാനിക്കൽ വെന്റിലേഷനും. നാച്ചുറൽ വെന്റിലേഷൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നമ്മുടെ വിൻഡ്, കാറ്റ്, അതൊരു നാച്ചുറൽ വെന്റിലേഷൻ ആണ്. ഓക്കെ, അപ്പോ ഈ വിൻഡ് നമ്മൾ ഒരു റൂമിൽ കൂടി കടന്നു പോകുമ്പോൾ അതിന് പറയുന്ന പേരാണ് പെർഫ്ലേഷൻ. പഠിച്ചു വെക്കണം. പെർഫ്ലേഷൻ എന്താണ്? വിൻഡ് ബ്ലോസ് ത്രൂ ദ റൂം, ഇറ്റ് ഈസ് കോൾഡ് പെർഫ്ലേഷൻ. ഓക്കെ, ഇനി ഈ കാറ്റ് ഒരു റൂമിൽ കൂടി കടന്നു പോവുകയാണ്. ഓക്കെ, അപ്പോ അവിടെ ഒരു സക്ഷൻ ആക്ഷൻ നടന്നു കഴിഞ്ഞു. ഓക്കെ, എങ്കിൽ അതിന്റെ പേരാണ് ആസ്പിറേഷൻ. നിങ്ങൾക്കറിയാം ആസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു സക്ഷൻ ആക്ഷൻ കൊടുത്തുകൊണ്ട് ഒരു സാധനത്തിനെ ഒരു സ്ഥലത്ത് നിന്ന് എടുക്കുക, അതാണ് ആസ്പിറേഷൻ. അപ്പൊ ഒരു റൂമിൽ കൂടി കടന്നു പോകുന്നതിന് പെർഫ്ലേഷൻ എന്നും, അവിടെ ഒരു സക്ഷൻ ആക്ഷൻ അതിലോട്ട് എക്സേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ആസ്പിറേഷൻ എന്നും പറയും. ഓക്കെ, ഇനി നമ്മൾ ഡോർസും വിൻഡോസും എപ്പോഴും എങ്ങനെയായിരിക്കണം? എന്ത് തരം വെന്റിലേഷൻ ആയിരിക്കണം? ക്രോസ് വെന്റിലേഷനിലായിരിക്കണം എപ്പോഴും ഡോർസും വിൻഡോസും ഇരിക്കാനായിട്ടുള്ളത്. ഓക്കെ, രണ്ടാമത്തെ നാച്ചുറൽ വെന്റിലേഷൻ മെത്തേഡ് ആണ് ഡിഫ്യൂഷൻ. നമുക്കറിയാം, അതായത് ഈ എയർ ചെറിയ ഓപ്പണിങ്സിലൂടെയോ അല്ലെങ്കിൽ സ്പേസിലൂടെയോ കടന്നു പോകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ എന്താണ്? നാച്ചുറൽ വെന്റിലേഷൻ മെത്തേഡ് ആണ് ഇൻഇക്വാളിറ്റി ഓഫ് ടെമ്പറേച്ചർ. അതായത് ഒരു ഹൈ ഡെൻസിറ്റി നിന്ന് ലോ ഡെൻസിറ്റിയിലോട്ട് എയർ ഫ്ലോ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? അവിടെ എന്ത് ചെയ്യും? ഹീറ്റ് എന്ത് ചെയ്യും? റൈസ് ചെയ്യും. ഓക്കെ, നമുക്കറിയാം എപ്പോഴും പുറത്തുള്ള എയർ ആണ് തണുപ്പ് കൂടുതൽ, അകത്തുള്ള എയറിന് ചൂടായിരിക്കും. നമ്മൾ തന്നെ ഇപ്പോ വെളിയിൽ നിന്ന ഒരാള് അകത്തോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ പറയും അയ്യോ ഭയങ്കര ചൂട്. ഓക്കെ, അപ്പോ എപ്പോഴും പുറത്തുള്ള എയർ ആണ് കൂളർ ആയിട്ടുള്ളത്, ഇൻസൈഡ് എയർ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഹോട്ട് ആയിരിക്കും. ഓക്കെ, ഇനി നാച്ചുറൽ വെന്റിലേഷന്റെ ചീഫ് ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ വെലോസിറ്റി, ടെമ്പറേച്ചർ ഇതൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാറ്റിന് ഇത്ര സ്പീഡ് വേണം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? ആർട്ടിഫിഷ്യൽ വെന്റിലേഷൻ മെത്തേഡ് അല്ലെങ്കിൽ മെക്കാനിക്കൽ വെന്റിലേഷൻ മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് വെന്റിലേഷന്റെ ഡീമെറിറ്റ്സ് നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ്? നമുക്ക് അതിന്റെ വെലോസിറ്റി, ആ വരുന്ന എയറിന്റെ വെലോസിറ്റിയിലോ ടെമ്പറേച്ചറിലോ അല്ലെങ്കിൽ അതിന്റെ ഹ്യൂമിഡിറ്റിയിലോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഇൻഫെക്ഷ്യസ് ഏജന്റ് ഉണ്ടെങ്കിലോ അതൊന്നും നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നീക്കാൻ പറ്റത്തില്ല. നമുക്ക് കാറ്റിൽ വരുന്ന ഇൻഫെക്ഷ്യസ് ഏജന്റിനെയൊക്കെ മാറ്റണമെന്ന് പറഞ്ഞാൽ പറ്റോ? ഇല്ല. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിർമ്മിച്ച കുറച്ച് വെന്റിലേഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് വൺ ആണ് പ്ലീനം വെന്റിലേഷൻ. പ്ലീനം വെന്റിലേഷനിൽ എന്താ ചെയ്യുന്നത്? നമ്മള് ഫ്രഷ് എയറിനെ എന്ത് ചെയ്യും? ഒരു സെൻട്രിഫ്യൂഗൽ ഫാൻസ് എന്നും പറഞ്ഞ് ഫാൻസ് ഉണ്ട്. ഇത് ഫ്രഷ് എയറിനെ വെളിയിൽ നിന്ന് ഒരു റൂമിലോട്ട് എന്ത് ചെയ്യും? കൊണ്ടുവരും. ഈ സെൻട്രിഫ്യൂഗൽ ഫാൻസ് വെളിയിലുള്ള ഫ്രഷ് എയറിനെ എന്ത് ചെയ്യും? അകത്തോട്ട് കൊണ്ടുവരും. അപ്പൊ ഈ അകത്ത് ഒരു എയർ നിപ്പുണ്ട്. ഓക്കെ, ആ എയറിനെ ഈ വെളിയിൽ നിന്ന് വരുന്ന എയർ എന്ത് ചെയ്യും? പുഷ് ചെയ്യും. ഒരു സ്ഥലത്തിരിക്കുന്ന ആള് വേറൊരാള് വന്ന് അയാളെ ഇടിച്ചിട്ടു. ഓക്കെ, അപ്പൊ എന്താ അവിടെ നടക്കുന്ന? അയാള് പോയിട്ട് ഇയാൾ അവിടെ ഇരിക്കും. ഓക്കെ, സെയിം മെത്തേഡാണ് എന്ത് ചെയ്യുന്നത്? പ്ലീനം വെന്റിലേഷനിൽ നടക്കുന്നത്. പ്ലീനം വെന്റിലേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫാൻസ് എന്ന് പറയുന്നത് ഏതാണ്? സെൻട്രിഫ്യൂഗൽ ഫാൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇത് നമ്മൾ മെയിൻ ആയിട്ടും വലിയ ബിൽഡിങ്സ്, ഫാക്ടറീസ് പോലുള്ള സ്ഥലങ്ങളിൽ ഈ പ്ലീനം വെന്റിലേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പുറത്തുനിന്ന് എയർ കൊണ്ടുവന്നിട്ട് അകത്തുള്ള എയറിനെ എന്ത് ചെയ്യും? തള്ളി മാറ്റും. ഓക്കെ, അതാണ് പ്ലീനം വെന്റിലേഷൻ. രണ്ടാമത്തെ വെന്റിലേഷൻ ആണ് എക്സോസ്റ്റ് വെന്റിലേഷൻ. ഓക്കെ, എക്സോസ്റ്റ് ഫാൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതെവിടെയാ? നമ്മൾ വലിയ വലിയ ഹാളില്, ഓഡിറ്റോറിയത്തില്, അതുപോലെ തന്നെ നമ്മുടെ യൂറിനൽസ്, ചെറിയ ചെറിയ യൂറിനൽസ്, ലാട്രിൻസിലൊക്കെ നമ്മൾ എന്ത് വെന്റിലേഷൻ ആണ് യൂസ് ചെയ്യുന്നത്? എക്സോസ്റ്റ് വെന്റിലേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എന്താ? പ്ലീനം വെന്റിലേഷന്റെ ഓപ്പോസിറ്റ്, അതായത് അകത്തുള്ള എയറിനെ എന്ത് ചെയ്യും? നമ്മൾ പുറത്തോട്ട് തള്ളി മാറ്റും. ഓക്കെ, അപ്പൊ അവിടെ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യും. ഈ വാക്വത്തിലോട്ട് പുറത്തുനിന്നുള്ള എയറിനെ കൊണ്ടുവരുന്നു. പ്ലീനം വെന്റിലേഷനിൽ എയർ കൊണ്ടുവന്ന് തള്ളി മാറ്റുന്നു. ഇവിടെ തള്ളി മാറ്റിയിട്ട് ആ സ്ഥലത്തിന് എന്ത് ചെയ്യുന്നു? പുതിയ എയർ കൊണ്ടുവരുത്തുന്നു. അതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് എക്സോസ്റ്റ് വെന്റിലേഷൻ. പ്ലീനം വെന്റിലേഷൻ, എക്സോസ്റ്റ് വെന്റിലേഷൻ. ഇനി
മൂന്നാമത്തെ മെത്തേഡാണ് ബാലൻസ്ഡ് വെന്റിലേഷൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് പ്ലീനം ആൻഡ് എക്സോസ്റ്റ് വെന്റിലേഷന്റെ ഒരു കോമ്പിനേഷൻ ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ ബോത്ത് എക്സോസ്റ്റ് ഫാൻസും സെൻട്രിഫ്യൂഗൽ ഫാൻസും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി വെന്റിലേഷന്റെ വേറൊരു മെത്തേഡാണ് എയർ കണ്ടീഷനിങ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മെത്തേഡാണ് എന്ത്, എയർ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഡിഫൈൻഡ് ആസ് ദ സൈമൾട്ടേനിയസ് കൺട്രോൾ ഓഫ് ഓൾ ഫാക്ടേഴ്സ് or at least temperature, humidity and air movement within any confined space or room. ഓക്കെ, ഏത് ചെറിയ അല്ലെങ്കിൽ ഇടുങ്ങിയ സ്പേസ് ആയാലും അല്ലെങ്കിൽ ഒരു റൂം ആയാലും അവിടുത്തെ ഹ്യൂമിഡിറ്റി, എയർ മൂവ്മെന്റ് ആൻഡ് ടെമ്പറേച്ചർ, ഇതിൽ ഏതെങ്കിലും ഒന്നിനെയോ അല്ലെങ്കിൽ ഇത് എല്ലാ ഫാക്ടേഴ്സിനെയോ സൈമൾട്ടേനിയസ് ആയിട്ട് നമ്മൾ മാറ്റം വരുത്തി കൊണ്ടുവരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, എയർ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എയർ കണ്ടീഷനിങ്ങിൽ നമ്മുടെ ഈ എയർ ഒരു സിസ്റ്റത്തിൽ കൂടി ഫിൽട്ടർ ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ ആ എയറിൽ എന്തെങ്കിലും പാത്തോജനിക് ഓർഗാനിസം മറ്റൊക്കെ ഉണ്ടെങ്കിൽ അതവിടെ എന്ത് ചെയ്ത് പോവും, ഫിൽട്ടർ ചെയ്ത് പോവും. നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള നല്ല തണുത്ത എയർ ആയിരിക്കും കിട്ടുന്നത്. ഈ എയർ കണ്ടീഷനിങ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഓപ്പറേഷൻ തിയേറ്റർ, ഹോസ്പിറ്റൽസ്, ഇൻഡസ്ട്രീസ്, ചെറിയ ചെറിയ ഡ്വെല്ലിങ്സ്, ഇവിടെയൊക്കെയാണ് നമ്മൾ എയർ കണ്ടീഷനിങ് യൂസ് ചെയ്യുന്നത്.